നമസ്കാരം, എൻ്റെ പേര് പ്രദീപ് ചള്ളിയിൽ, കൊടുങ്ങല്ലൂർ സ്വദേശിയാണ്. വളർന്നതെല്ലാം തമിഴ്നാട്ടിലും. മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ ക്യാൻസർ ബയോളജിയിൽ PhD എടുത്തു. അതിനുശേഷം റോസ്വെൽ പാർക്ക് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ന്യൂയോർക്ക് ബഫലോയിലുള്ള ആദ്യത്തെ ക്യാൻസർ ഹോസ്പിറ്റലിൽ പോസ്റ്റ് ഡോക്ടർ ഫെലോ ആയിട്ട് 2 വർഷം ജോലി ചെയ്തു. ഞാൻ വർക്ക് ചെയ്തിരുന്നത് കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് 3 മാസം 4 മാസം പ്രായമുള്ള കുട്ടികൾക്ക് വരുന്ന പീഡിയാട്രിക് ലുക്കീമിയ, അതിലാണ് വർക്ക് ചെയ്തിരുന്നത്. അവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന ഗവേഷണവും അതിന് കൊടുക്കുന്ന കീമോതെറാപ്പി മരുന്നത് ഈ രോഗികൾക്ക്, ഈ കൊച്ചു കുട്ടികൾക്ക് ക്യാൻസർ ഉണ്ടായതിനു ശേഷം കീമോതെറാപ്പി കൊടുത്ത് 1 വർഷം കഴിഞ്ഞ് വീണ്ടും അവർക്ക് ക്യാൻസർ വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത്, ഇത് 1997 ആയിരുന്നു. ആ സമയത്ത് എന്തായിരുന്നു ധാരണയെങ്കിൽ എല്ലാ ഡോക്ടർമാർക്കും ആ പഴയ ക്യാൻസർ തിരിച്ചു വരുന്നതായിട്ടാണ് അവർ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഞങ്ങളുടെ ലാബിൽ, ഞാൻ ജോലി ചെയ്തിരുന്ന ആ ലാബിൽ ഞങ്ങളുടെ കണ്ടുപിടുത്തം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, അത് ഈ ക്യാൻസർ ഉണ്ടാകുന്നത്, രണ്ടാമത് വരുന്ന ക്യാൻസർ, അതിൻ്റെ കാരണം ഈ കീമോതെറാപ്പി ഇൻഡ്യൂസ്ഡ് സെക്കൻഡറി ലുക്കീമിയ. അച്ഛാ, ഈ മരുന്നുകൊണ്ട്, ഈ വിഷാംശമുള്ള മരുന്നുകൾ കൊടുത്തതുകൊണ്ട് പിന്നെയും വരുന്ന ക്യാൻസർ അതിൻ്റെ സൈഡ് എഫക്റ്റ് കൊണ്ട് വീണ്ടും വരുന്നതാണ്, അല്ലാണ്ട് പഴയ ക്യാൻസർ തിരിച്ചു വരുന്നതല്ല എന്നത്. അങ്ങനെ ഇതെല്ലാം കണ്ടതിന് ശേഷം പലരും എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെ ഈ കൊച്ചു കുട്ടികൾക്ക് ഈ ക്യാൻസർ എല്ലാം ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഗർഭകാലത്തിൽ അമ്മമാർ കഴിക്കുന്ന ആഹാരങ്ങളെല്ലാം വിഷാംശങ്ങൾ നിറഞ്ഞതായിരുന്നു. തീർച്ചയായിട്ടും കുട്ടീനെ അത് ബാധിക്കും. ഇത് ഇപ്പോൾ ഒരുപാട് റിസർച്ചുകൾ വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ റെഫറൻസ് നിങ്ങൾക്ക് സയന്റിഫിക് ആയിട്ട് നടന്ന ആ പഠനങ്ങളുടെ ലിസ്റ്റ് ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ തരാം. പിന്നെ 2 വർഷത്തിന് ശേഷം ഞാൻ ഒരു ഫുഡ് ടെസ്റ്റിംഗ് കമ്പനിയിലേക്ക് മാറി. ഇപ്പോൾ 14 വർഷമായിട്ട് ഈ ബയോടെക്നോളജി കമ്പനിയിൽ സീനിയർ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ DNA എക്സ്ട്രാക്ഷൻ അതിൽ സ്പെഷ്യലിസ്റ്റാണ്. ഏത് ഭക്ഷണത്തിൽ നിന്നും DNA വേർതിരിച്ചെടുക്കാൻ ഉള്ള ടെക്നോളജിയാണ് ഡെവലപ്പ് ചെയ്തത്. അതിലൂടെ എന്തെങ്കിലും ഫുഡുകളിൽ മായമോ അഡൾട്രേഷനോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. എൻ്റെ അനുഭവങ്ങൾ ഈ കമ്പനിയിൽ വന്നതിന് ശേഷം ഭക്ഷണത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ളത് ഞാൻ അറിഞ്ഞു. കാലിത്തീറ്റയിലാണ് പല ഷോക്കിംഗ് ന്യൂസുകൾ കണ്ടത്. അമേരിക്കയിൽ ഏതാണ്ട് 2 ലക്ഷം പശുക്കളെ ഓരോ ദിവസവും അറവുശാലയിൽ എത്തിക്കുന്നുണ്ട്. അപ്പോൾ ശരാശരി 10 ലിറ്റർ രക്തം വരികയാണെങ്കിൽ 2 ലക്ഷം × 10 20 ലക്ഷം ലിറ്ററോളം രക്തം ഇവിടെ പുറത്തു വരുന്നുണ്ട്. ഇത്രയും രക്തം എവിടെ കൊണ്ടുവന്ന് ഒഴിക്കാനാണ്? അപ്പോൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ, അതിനെല്ലാം ഉണക്കി അതിന് ഡ്രൈഡ് ബ്ലഡ് പൗഡർ അതിനെ കാലിത്തീറ്റയിൽ മിക്സ് ചെയ്ത് അതാണ് കന്നുകാലികൾക്കും കൊടുക്കുന്നത്. ഞങ്ങളുടെ ഓഫീസിൽ അത് സ്ഥിരം വരുന്ന ഒരു സാമ്പിളാണ്. ഡ്രൈഡ് ബ്ലഡ് പൗഡർ, ബോൺ മീൽ, ഫെദർ മീൽ. എത്രയോ ലക്ഷം കോഴികളെയും വാൻകോഴികളെയും കൊല്ലുന്നുണ്ട്. അതിൻ്റെ തൂവലെല്ലാം ഒന്നും വേസ്റ്റ് ആക്കുന്നില്ല. അതിനെ കംപ്ലീറ്റ് പൗഡറാക്കി തിരിച്ച് കോഴികൾക്ക് തന്നെ കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് പല അസുഖങ്ങളും ഈ പക്ഷികൾക്കും വരുന്നുണ്ട്. അതെല്ലാം കഴിക്കുന്ന മനുഷ്യർക്കും തീർച്ചയായിട്ടും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകും. നമ്മളുടെ തലമുടി പോലും അതിനെയും പ്രോസസ്സ് ചെയ്ത് അതിൽ നിന്ന് ഉണ്ടാക്കുന്ന പ്രോട്ടീനാണ് പല ഫുഡുകളിലും ചേർക്കുന്നത്. പിന്നെ പല ടോണിക്കുകളിലും TV കാണുന്ന പല ഭക്ഷണങ്ങളിലും കാൽഷ്യം ഉള്ള സോഴ്സ് മിക്കതും ബോൺ മീൽ, എല്ലുപൊടി ഞങ്ങൾക്ക് വരുന്ന സാമ്പിളാണ്. ആ ബോൺ മീലിലൂടെ എടുത്താണ് കാൽഷ്യം ഉപയോഗിക്കുന്നത്. പല ഫുഡ് ഫ്ലേവറുകളും ടെസ്റ്റ് ചെയ്യാൻ ഞങ്ങളുടെ കമ്പനിയിൽ വരും. ഈ 14 കൊല്ലത്തിൽ ഞാൻ അറിയുന്നത് ഇത്രയും സാധനങ്ങളെല്ലാം ഭക്ഷണങ്ങളിൽ മിക്സ് ചെയ്യുന്നുണ്ട്, പല ഭക്ഷണങ്ങളിൽ. അപ്പോൾ കഴിയുന്നത് പാക്കറ്റ് ഫുഡുകളോ പാക്കറ്റിലിരിക്കുന്ന വസ്തുക്കളോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഉള്ള ഇതിലാണ് ഞാനും കഴിയുന്നത് ഓർഗാനിക് ഫുഡുകളാണ് ഉപയോഗിക്കുന്നത്. ഓർഗാനിക് ഫുഡിലും അതിലും അഡൾട്രേഷൻ ചെയ്യാൻ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ സ്വഭാവം ആർത്തിയാണല്ലോ. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കാനുള്ള ആർത്തിയിൽ എന്തും ചെയ്യാനുള്ള ഒരു മനോഭാവമാണ് ഉള്ളത്. പക്ഷെ അതിൽ നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ച് ചില ഓർഗാനിക് ഫുഡുകളെല്ലാം നമ്മൾ നോക്കിയെടുത്ത് അതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഇത് സൈറ്റുകളിലും മറ്റേ മീഡിയയിലും എല്ലാം പറയുന്നുണ്ട്. അതെല്ലാം വാസ്തവമാണ്. ഗംസ് ഇതെല്ലാം ടെസ്റ്റ് ചെയ്യാൻ വരുന്നതാണ്. ഫുഡുകളിൽ മിക്സ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ശരീരം മാത്രമല്ല, അടുത്ത തലമുറ മാത്രമല്ല, ഒരുപാട് തലമുറകൾക്ക് ഇത് പ്രശ്നങ്ങളുണ്ടാകും. പല രോഗങ്ങളും
നമ്മൾക്ക് ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ പോലും പുതിയതായി ഉൽപ്പാദിക്കുന്ന വെച്ചാൽ പഴയ രോഗങ്ങൾ പണ്ടുകാലത്ത് ഈ ഇന്ന് കാണുന്ന രോഗങ്ങളില്ലാത്തത് കാരണം അന്ന് ഇതുപോലെയുള്ള കെമിക്കൽസ് ഒന്നും നമ്മൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കാതിരുന്നില്ല. ഇന്ന് അതെല്ലാം ഉപയോഗിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാം വരുന്നു. ഇത് നമ്മളെല്ലാവരും ധരിക്കുന്നത് അമേരിക്കയിലാണെങ്കിൽ എല്ലാം ഇവിടെ ഫുഡ് എല്ലാം വളരെ നന്നായിരിക്കും, വിഷാംശങ്ങളൊന്നുമില്ല, ഇവിടെ എല്ലാം ഗവൺമെന്റ്. പക്ഷേ സത്യം അതല്ല. ഒരുപാട് പഠിച്ചതുകൊണ്ട് മാത്രം ആർക്കും അറിവോ കോമൺ സെൻസോ ഉണ്ടായിന്ന് വരില്ല. കോമൺ സെൻസ് ഉണ്ടാവണമെങ്കിൽ അത് സ്വയം പ്രയത്നിക്കണം.